ഇന്ത്യ ഇംഗ്ലണ്ട് പര്യടനം അടുത്തു വരികയാണ്. അടുത്ത മാസം 20-നാണ് ഇത് ആരംഭിക്കാൻ പോകുന്നത്. 5 ടെസ്റ്റുകളുടെ ദൈർഘ്യമേറിയ പരമ്പരയാണ് ഇംഗ്ലണ്ടിന്റെ മണ്ണിൽ ഇന്ത്യ കളിക്കാൻ ഒരുങ്ങുന്നത്. ഇപ്പോൾ ഈ പരമ്പരയിൽ രോഹിത് ശർമ്മയ്ക്ക് കീഴിലാവും ഇന്ത്യ പോരിനിറങ്ങുന്നത്. പ്രതീക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. എന്നാൽ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ആഴ്ച ടെസ്റ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോഴിതാ രോഹിത്തിന്റെ വഴിയെ ഇതിഹാസ ബാറ്റർ കൂടിയായ മുൻ ക്യാപ്റ്റനും വിരാട് കോഹ്ലിയും ടെസ്റ്റിൽ നിന്നും വിരമിക്കൽ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇക്കാര്യം BCCI അറിയിക്കുകയും ചെയ്തു. എന്നാൽ ഈ തീരുമാനം പുനരാലോചിക്കുമെന്നാണ് കോഹ്ലിയുടെ BCCI ആവശ്യപ്പെട്ടിരിക്കുന്നത്. രോഹിത്തിനെ കൂടാതെ കോഹ്ലിയും കളിച്ചില്ലെങ്കിൽ ഇംഗ്ലണ്ട് പര്യടനത്തിലുള്ള ഇന്ത്യൻ ടെസ്റ്റ് ടീം എങ്ങനെയാവുമെന്ന് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. വളരെയധികം വേദനയോടെയാണ് ഇരു താരങ്ങളും വിരമിക്കൽ അറിയിച്ചത്. രോഹിത് ശർമ്മയുടെ അപ്രതീക്ഷിത വിരമിക്കലോടെ ഇംഗ്ലണ്ട് പര്യടനത്തിൽ ഇന്ത്യൻ ടീമിൽ സായി സുദർശൻ അവിഭാജ്യ ഘടകമായി മാറുകയും ചെയ്യും. നേരത്തെ പര്യടനത്തിൽ ബാക്കപ്പ് ഓപ്പണറായിട്ടാണ് അദ്ദേഹം പരിഗണിക്കപ്പെട്ടിരുന്നത്. മിന്നുന്ന പ്രകടനമാണ് IPL-ലും ആഭ്യന്തര ക്രിക്കറ്റിലുമെല്ലാം അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നത്.